ഞാൻ കുറച്ചും കൂടാൻ തന്നെ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങൾ നടക്കൂലല്ലോ. എല്ലാരും ചോദിക്കൂലേ മകളൊന്നും ചെയ്യൂലേ? ഹാ എന്നാ ഒരു രുചി. ഇതിന്റെ പരുവം വല്ലതും നോക്കാൻ പറ്റില്ലേ? ഇനി മതിന്ന്. എങ്ങനെയുണ്ട് എന്നുണ്ടോ സൂപ്പ് ഉണ്ടാക്കാൻ? ഞാൻ കുറച്ചും കൂടാൻ തന്നെ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങൾ നടക്കൂലല്ലോ. കുറച്ച് അതിന് മുമ്പ് കാപ്പി ചേർത്ത് വെക്കട്ടെ. ആ മിക്സിയിലൊക്കെ അടിക്കും. ഫുള്ള് നെയ്യിലാ വഴറ്റണേ. വേവും. പിന്നെ അത് കഴിഞ്ഞ് ഉടയണ്ടേ? മത്തങ്ങ ഇവിടെ റെഡിയാണ്. ഇത്രയും വലിയ കോന്തിന്റെ ആവശ്യമില്ല, കാരണം ഈ മത്തങ്ങ നന്നായിട്ട് കുറുകും വേവിച്ച് കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ കോന്തിന്റെ ഒന്നും ആവശ്യമില്ല. ആകെ ഈ 2 പീസ് മതി. ആകെ ഈ 2 പീസ് മതി. 2 കപ്പ് എന്തായാലും കിട്ടും. അമ്മയ്ക്ക് വേണ്ടല്ലോ? അമ്മയ്ക്ക് തീരെ ഇഷ്ടല്ല. അതിന്റെ ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും. ആ അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതൊന്ന് അരിഞ്ഞു വെക്കാം. ഇത് മാറ്റി വെക്കാം, നമുക്ക് ഇത് വേണ്ട. ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത്ര മതി. ഇത് അരിയാം. ഇപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി. ആദ്യം വെളുത്തുള്ളിയും ഉള്ളിയും, ചെറിയ ഉള്ളി, ചുവന്നുള്ളി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മത്തങ്ങ, ഒരു അരമുറി തക്കാളി എടുത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ടാട്ടോ അത്. പിന്നെ നെയ്യ്. കാപ്പി ഇൻഗ്രീഡിയന്റിൽ പെടുന്നതല്ല, അത് അമ്മയുടെ ഇൻഗ്രീഡിയന്റ് ആണെന്നാണ് പറയണത്. ഗ്യാസിന്റെ പുറത്ത് വെച്ച ശരിയാവൂല, മൂടാനുള്ള ഇങ്ങനെ വെച്ച. അമ്മ അതിന് ഒരു അഡീഷണൽ പ്ലേറ്റ് എടുത്തു. അതെ. അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം ഇത് രണ്ടും നമുക്ക് വഴറ്റാം. അതാണ് നല്ലത്. വേണ്ട വേണ്ട, അതൊന്നും മാറ്റണ്ട. അപ്പൊ ആദ്യം നമുക്ക് വഴറ്റാനായിട്ട് നെയ്യ് ഇടാം കേട്ടോ. ഞാൻ സോസ്പാൻ എടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ വേവിക്കണം, കുക്കറിലൊന്നല്ല. അപ്പൊ ഇതിൽ തന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ സോസ്പാനായി എളുപ്പം. അതുകൊണ്ടാട്ടോ ഇതെടുത്തത്. അപ്പൊ ഇതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയോ? ഇവിടെ ഇരിക്കട്ടെ, ചിലപ്പോൾ ആവശ്യം വരും. ആദ്യം ഇതിടാം. ഏത് വെളുത്തുള്ളി ആണോ അമ്മ ആദ്യം ഇടണ്ടേ? അത് കഴിഞ്ഞിട്ടാണോ ചുവന്നുള്ളി? അല്ല, ഉള്ളി രണ്ടും ഒന്നിച്ചിടാം കേട്ടോ. ഒന്നിച്ചിടാം അല്ലേ? അപ്പൊ അമ്മയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഉള്ളി രണ്ടും ഒന്നിച്ചിടാം. ചൂടായി. എന്നാലും ആദ്യം ചുവന്നുള്ളി ഇടാം. നെയ്യൊക്കെ ഇട്ടു. ഞാൻ ഉള്ളി ഇടട്ടെ കേട്ടോ. ഫോൺ പിടിച്ചോണ്ട് ഉള്ളി ഇടാൻ പറ്റണില്ല. ഫുള്ള് നെയ്യിലാണ് നമ്മൾ വഴറ്റണേ. ഇതിനകത്ത് മറ്റേ സാധനം ഉപയോഗിക്കില്ല. ഏത്? വെളിച്ചെണ്ണ. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കില്ല. നല്ല മണമുണ്ട്. അല്ലേലും നമ്മൾ ചില കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ കോക്കനട്ട് ഓയിലിന് പകരം നെയ്യ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുണ്ടാവും. സിമ്മിലിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ കരിയും. ഇത് പച്ചപ്പ് മാറി കഴിഞ്ഞിട്ടാണോ? അതെ അതെ അതെ. ഞാന് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് അമ്മ തൽക്കാലത്തേക്ക് കൈമാറിയതാണ് കേട്ടോ. ഞാനാണ് ഉണ്ടാക്കുന്ന ആള്. മത്തങ്ങ സൂപ്പ് ഉണ്ടാക്കാറ്. എനിക്കിതിന്റെ ഒരു പരിപാടി അറിയില്ല. ഇവളോട് ഞാൻ ചോദിച്ചത് എങ്ങനെ എന്നുള്ളത്. ഞാൻ ചെയ്തിട്ടില്ല. 2-3 പ്രാവശ്യം ഇപ്പൊ ഇവളാ ഇത് ചെയ്തത്, ഉണ്ടാക്കിയത്. ഇനി മത്തങ്ങ ഇടാം. ഇനി മത്തങ്ങ ഇടാൻ പോവാ. മത്തങ്ങ ഇടത്തെ കേട്ടോ. ഇത് വേണേ കുറച്ചിട്ട് പോയായിരുന്നത് കേട്ടോ. സോട്ട് ചെയ്തെടുക്കണേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ നൂലാമാലകളൊന്നും ഇല്ല. ശരിക്കും വഴലണം അല്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് വേവിക്കണം. അതിന് മുമ്പ് ടൊമാറ്റോ അല്ല, മൊത്തം വഴന്ന് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചല്ലേ വേവിക്കണം. അതെ 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 അതെ. മൂടി വെച്ച് വേവിക്കണം. അപ്പൊ വേഗം വേവും. ഇത് ഇച്ചിരി സോട്ടാവാൻ ടൈം എടുക്കും, സമയം എടുക്കും. ശരിയാ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ അടിയിലൊന്നും പിടിക്കില്ല. അതില്ല. അമ്മ എന്തായാലും ഒരു തരി പോലെ ഈ സാധനം കുടിക്കൂല കേട്ടോ. അത് അമ്മ വാശി പിടിച്ചിരിക്കുക. എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അമ്മക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കും അപ്പയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് സൂപ്പ് വീക്ക്നെസ് ഉള്ളതുകൊണ്ടാ. അപ്പൊ അതാണ് സംഭവം. എന്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്ന കാരണം അമ്മ തൽക്കാലം കൈമാറിയേ ഉള്ളൂ. എല്ലാരും ചോദിക്കൂലേ
മകളൊന്നും ചെയ്യൂലേ. മകള് ചെയ്യണ വീഡിയോയൊക്കെ ഓൾറെഡി ചെയ്ത് ഇതിൽ ഉണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ചില സംഗതികൾ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കണതാണ്, കാരണം വീഡിയോ എടുക്കാൻ എനിക്ക് നോഹൗ, അതുകൊണ്ടാണ്. ഓക്കെ, നോഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മംഗ്ലീഷ് അല്ലേ? അതെ 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 അതെ. അപ്പൊ അതാണ് സംഭവം. ഷോർട്ട് ആവാൻ താമസം എടുക്കും. മത്തങ്ങ ആയതുകൊണ്ട് പതുക്കെ ആയി വരും. അതെ, അങ്ങനെ ചില വിഷയം ഉണ്ടല്ലേ. ആയി വരട്ടെ. സംഗതി വളരെ സിമ്പിളാ. ഇത് ഇച്ചിരി സമയം എടുക്കുന്നുള്ളൂ. എനിക്ക് മത്തങ്ങ വെച്ചിട്ടുള്ള എല്ലാ റെസിപ്പികളിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൂപ്പാ. എനിക്ക് മത്തങ്ങ എരിശ്ശേരി ഏറ്റവും ഇഷ്ടം. എരിശ്ശേരി നിങ്ങൾക്ക് ഏതാന്ന് പറയണേ. ശീലിക്കുന്നത് കൊണ്ടായിരിക്കും എരിശ്ശേരിയോടെ. നിങ്ങൾക്ക് ഏതാന്ന് പറയണേ. സൂപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാട്ടോ. ഇനി നമുക്ക് ഇടാം. ഏകദേശം ഒക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴേ പിന്നെ ഇത് വേവിക്കാനുള്ളതാണല്ലോ. അതെ അതെ അതെ. കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്ന മത്തങ്ങ വഴന്ന് കിട്ടൂല കേട്ടോ. വേവിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് തന്നെ വേവിച്ചാലേ അത് മെൽറ്റായി വരും. അതെ അതെ അതെ, അതെല്ലാവർക്കും അറിയാം. തക്കാളി ഇടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ആ മക്കൊന്ന് മാറാൻ വേണ്ടിട്ടാണ്. എനിക്ക് ഏറ്റവും മത്തങ്ങയുടെ വിഭവത്തിൽ ഇഷ്ടം മത്തങ്ങ എരിശ്ശേരി. തിരുമറയിൽ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു ഐറ്റം അവിടെ. എന്നിട്ട് എരിശ്ശേരി, എന്നിട്ട് ലാസ്റ്റ് പയറും മത്തങ്ങയും കപ്പയൊക്കെ ഇട്ടിട്ട് ചേനയിടും. എരിശ്ശേരി ഉണ്ടാക്കി വെച്ച് തേങ്ങായും വറുത്തതിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എന്നാ ഒരു രുചി. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ, കുറച്ചായി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം. കപ്പയ്ക്ക് വലിയ ഗേമ മത്തങ്ങ എരിശ്ശേരി. ഇവിടെ അമ്മച്ചി ഉണ്ടാക്കുമായിരുന്നു സ്ഥിരം. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. ഞാൻ കൊണ്ടുവരാം. അല്ല, ഞാൻ കൊണ്ടുവരാം. അല്ല, അത് പിടിച്ചോ. എന്തായാലും ഒരു കപ്പ് ഇനി എടുക്കാം, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാ മതിയല്ലോ. വെള്ളം ഒഴിക്കുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കണ്ടേ. ഉപ്പിട്ടാണ് വേവിക്കണ്ടേ. ഇത് റോസ്റ്റ് ചെയ്യുമ്പോ ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും. നല്ല നെയ്യിലല്ലേ, അപ്പൊ നല്ല രുചി വരും. അതാണ് ഈ റോസ്റ്റ് ചെയ്യണത്. ചുമ്മാതെ വേവിക്കാം, പക്ഷെ അന്നേരം ഇത്രയും ടേസ്റ്റ് വരില്ല. അതാ. ഇനി വേണമെങ്കിൽ വേവിക്കാം അല്ലേ നമുക്ക്. വേവിക്കാം. വെള്ളമൊക്കെ ഇച്ചിരി ഒഴിച്ചു പറഞ്ഞോട്ടോ. മതി, നോക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. വേണമെങ്കിൽ ഒഴിക്കാമല്ലോ, ഇവിടെ വെക്കാം. ഇത് പച്ചവെള്ളമാട്ടോ ഒഴിച്ചത്. പച്ചവെള്ളമൊന്നും വേണമെന്നില്ല. ഞാൻ പച്ചവെള്ളമാണ് ഒഴിക്കാറ്. അപ്പൊ ചൂടുവെള്ളത്തിന്റെ ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ വേവിക്കുമല്ലേ. ഇച്ചിരി വേണമെങ്കിൽ ആകാം, കുറുകിയിരിക്കുള്ളൂ. പുട്ടോ, മതി മതി മതി. തൽക്കാലം മതി. ലാസ്റ്റ് ഇടാ. എന്നിട്ട് വെള്ളം കുറച്ചുകൂടെ ഒഴിക്കട്ടെ. ഇച്ചിരി കൂടി ഒഴിച്ചോ. ഞാൻ പേടിച്ചു മതി 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 മതി. തൽക്കാലം അത് നിൽക്കട്ടെ അല്ലേ. അത് മതി. ഇനി നമുക്ക് സ്ലോ ഫ്ലെയിമിൽ, ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. സിമ്മില് ഒരുപാട് ടൈം ആവും. ടൈം ഒത്തിരി എടുക്കും. ഇനി അവിടെ ഇരിക്കട്ടെ, ഫാൻ ഓഫ് ചെയ്യാം. അപ്പൊ കുഴപ്പമില്ല. വെന്ത് കഴിഞ്ഞിട്ടാണ് ഇനി കളികൾ. വെന്ത് കഴിഞ്ഞിട്ട് തണുക്കണം. അതെ അതെ അതെ, അരയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. അപ്പൊ വേവട്ടെ അല്ലേ. ഇനി പോകാം. അപ്പൊ ഇനി നമുക്ക് വെന്തൂട്ടോ. പിന്നെ ഇത് മതി, നന്നായിട്ട് വെന്തു അല്ലേ. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ആറാൻ വെക്കാം. അല്ലാണ്ട് ഈ പരുവത്തിൽ മിക്സി കൊണ്ട് അടിക്കാൻ പറ്റൂല. അടിച്ചാൽ വിവരം അറിയും, ഇല്ലെങ്കിൽ അറിയിപ്പിക്കും. ആര് മത്തങ്ങ കണ്ടോ, നന്നായിട്ട് വെന്തു. ഇത് മതി. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി വെറുതെ സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ. ഇനി ഇതിന്റെ പരുവം വല്ലതും നോക്കാൻ പറ്റില്ലേ. ഇനി മതിന്ന് അമ്മയ്ക്ക് തീരെ പറ്റണില്ല കേട്ടോ. നമ്മൾ സോസ് പാനിലിരുന്ന് അതേപടി മിക്സിയിലേക്ക് ഒഴിക്കുക ചെയ്തത്. രണ്ടാമത് വെള്ളം ഒന്നും ഞാൻ ചേർത്തില്ല. അപ്പൊ ആ വേവിച്ച ആ സ്റ്റോക്ക് അതിലേക്ക് തന്നെ അങ്ങ് ചേർക്കുക ചെയ്തേട്ടോ. ഇനി അടിച്ചെടുക്കുക ചെയ്യുക. അതിന് ശേഷം നമുക്ക് വീണ്ടും വേവിക്കണം. അന്നേരം വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ഡൈലൂട്ട് ചെയ്യണം. കുറുക്കേണ്ട ആവശ്യമില്ല. മത്തങ്ങ ആയതുകൊണ്ട് നല്ല കുറുക ഉണ്ട്. എങ്കിലും ഒന്ന് ചൂടാക്കണമല്ലോ. അന്നേരം ആവശ്യം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഇത്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മതി. അമ്മ ഇവിടെ കഞ്ഞി വെക്കുന്നു, ഞാനിവിടെ സൂപ്പ് ഉണ്ടാക്കുന്നു. അമ്മയോട് പോർ ചെയ്യാൻ പറഞ്ഞേക്കു കേട്ടോ. ശരിക്കില്ലേ, കാണുമ്പോ എനിക്ക് മാംഗോ പൾപ്പ് നല്ല രസം അല്ലേ.
നല്ല തിക്കായി ഇപ്പൊ തന്നെ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊറേ ഡൈല്യൂട്ട് ചെയ്യണം. ചൂടുവെള്ളം ഉണ്ട് കേട്ടോ കപ്പില്. ഇതേ കണ്ടോ നല്ല കൊഴുപ്പാ. ആ ഇത് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യരുത്, അരിക്കരുത് കേട്ടോ. നന്നായിട്ട് അരച്ചാ മതി, അരിക്കരുത്. അരിച്ചു കഴിഞ്ഞാൽ സത്തു പോകും. ഇപ്പൊ തന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ആ ഇതില് വെള്ളം ഒഴിച്ചെടുക്കുക അല്ലേ? ഇത് അല്ല ഇപ്പൊ ഇച്ചിരി ഒഴിച്ചേക്കാം. ചൂടുവെള്ളം കേട്ടോ, ചെറു ചൂട്, തണുപ്പ് മാറ്റിയ വെള്ളം കേട്ടോ. നീ എങ്ങനെയല്ലേ പറഞ്ഞേ? അതെ 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 അതെ. ഇപ്പൊ തന്നെ നല്ല കുറുക്കാം. സാധാരണ സൂപ്പ് നമ്മൾ കുറുക്കാനാ ശ്രമിക്കുക, ഇത് നേരെ തിരിച്ചാ. ആ അതുകൊണ്ടാ ഇപ്പൊ എന്ത് ചെറിയ കോന്താ നമ്മൾ എടുത്തേ, അതിലും കുറവ് ഇങ്ങനെയാ നമ്മൾ എടുക്കണേ അല്ലേ? എന്നിട്ട് ഇത്രയും കുറുകി ഇത്രയും ക്വാണ്ടിറ്റിയും ഉണ്ട്. കണ്ടോ എന്തുമാത്രം. അതെ ആ ഇനി ഓൺ ചെയ്തിട്ടൊന്ന് ചൂടാക്കി എടുത്താ മതി. ഇത്രയും മതിയില്ലേ? അപ്പൊ ഈ വെള്ളം പോരാട്ടോ, ഭയങ്കര കൊഴുപ്പാ. ഞാനേ ചൂട് വെള്ളം ചൂടാക്കി വെക്കാം. ഞാൻ സ്പൂൺ എടുത്തോണ്ട് വരാം. അത് ഞാൻ എടുത്തോളൂ. അല്ല ഞാൻ എടുത്തോണ്ട് വരാം. എനിക്ക് വെള്ളം ചൂടാക്കാൻ സോസ്പാൻ എടുക്കാം. ഇത് കണ്ടോ എന്തുമാത്രം അല്ലേ? ഇതിലും കുറവ് എടുക്കാൻ പറ്റൂല, അതല്ലേ? ഉപ്പ് ഇച്ചിരി കുറവാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഉപ്പിടുവാണേ. ആ തക്കാളി അത്രയും ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ്. ആ ഉപ്പ് എന്തായാലും വേണ്ടി വരും. എന്നാലും ആദ്യം ഇട്ട ഉപ്പ് ഓൾമോസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ഈ സമയത്ത് നമ്മൾ ഉപ്പിടാൻ നിന്ന് കഴിഞ്ഞാൽ ഉപ്പ് കൂടാൻ ഇച്ചിരി പ്രയാസം. വേവിക്കുമ്പോൾ തന്നെ ഉപ്പിടണം നല്ലത് കേട്ടോ. ആ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കുറുകി നാശകോശമായി പോകും. കുറുകിയാൽ നമുക്ക് കഴിക്കാൻ പാടാ, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇളക്കട്ടെ കേട്ടോ. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ്, 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് പറയാം ഞാൻ. ഇതൊക്കെ ആ ടൊമാറ്റോയുടെ ആണ് കേട്ടോ, അല്ലാതെ കരടൊന്നും അല്ല, ടൊമാറ്റോയുടെ ആണ്. ഇത് നിങ്ങൾ കാണുമ്പോഴൊക്കെ വിചാരിക്കാം അയ്യേ ഇത് എന്തിനു കൊള്ളാന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. ഇത് വളരെ ടേസ്റ്റിയാണ്. മത്തങ്ങ ഇഷ്ടമുള്ളവരെല്ലാവരും ഇഷ്ടപ്പെടും. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർ ഇതിനകത്തേക്ക് നോക്കണ്ട അല്ലേ? ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. പക്ഷെ മത്തങ്ങ ഇഷ്ടമുള്ളവരെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ് അല്ലേ? ഞാൻ മാത്രം ഇഷ്ടപ്പെടില്ല, മത്തങ്ങ ഇഷ്ടമാണെങ്കിൽ. അപ്പം ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ദേ ഞാൻ ബട്ടർ ആഡ് ചെയ്യും. ഇതൊന്ന് ഇട്ട് തരാമോ ഇതിനകത്തേക്ക്? ഒരു കൈ കൊണ്ട് ഫോൺ എടുക്കണ കാരണം പറ്റണില്ല, അതാ. 2 സ്പൂൺ ഇടണം കേട്ടോ, 1 സ്പൂണും കൂടെ ഇടണം. കാരണം ഇത് അരുത്ത് വരാൻ ഇച്ചിരി താമസിക്കും. അത് ആ ചൂടാകുമ്പോൾ തന്നെ ഇടണമെന്ന് പറയും. ഇച്ചിരി കുറച്ച് വെക്കാം. ആ കുറച്ച് വെക്കാം, കുറച്ച് വെച്ചാലേ അത് നല്ല. ഒന്നാമത് കൂടുതൽ ഭയങ്കര അതെ 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 അതെ. 5 മിനിറ്റ് ആയിക്കോളും, ചൂടല്ലേ വരും. വേഗം അത് മതിയല്ലോ. മതി മതി മതി. അത് ശരിയായി. ആവശ്യമുള്ളവർക്ക് ഇച്ചിരി കൂടി ആഡ് ചെയ്യാം, നമുക്കത് മതി. ഇത് മതി. അതെ 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 അതെ. ആഡ് ചെയ്താൽ അത്രയും ടേസ്റ്റ് കൂടുതൽ കിട്ടുമെന്ന് മാത്രം. നല്ലതാ, പക്ഷെ ഹെൽത്ത് നോക്കണം. കൊച്ചു പിള്ളേർക്കൊക്കെയാണ് കുറച്ചുകൂടെ ഇടാം, അതിന്റെ ആവശ്യമില്ല. ഇനി ഉപ്പ് നോക്കണം, പെപ്പർ ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. സോസ് ഒഴിച്ച് സോസ് നോക്കിയിട്ട് മതി, കാരണം ടൊമാറ്റോ ഉള്ളതുകൊണ്ട് പുളിയുണ്ട്. അപ്പയ്ക്ക് സോസ് വേണം, പക്ഷെ പുളിയായിട്ടല്ല, പക്ഷെ ആ മക്ക് ഒട്ടും ഇല്ല. മക്ക് കംപ്ലീറ്റ് മാറിട്ടോ. അത്രയും ആ ഒരു വലിയ ടൊമാറ്റോയുടെ ഹാഫ് തന്നെ ചേർക്കണം, എങ്കിലേ അതിന്റെ മക്ക് മാറുള്ളൂ. അല്ലെങ്കിൽ അവസാനം സോസ് ഒഴിച്ച് കഴിക്കേണ്ടി വരും. ഉപ്പൊന്ന് നോക്കിയേ. ഇഷ്ടമില്ലാത്ത അമ്മേനെ കൂടി ടേസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇവിടെ എവിടെ എവിടെ ശരിക്കും കുറവുണ്ട്. ഉപ്പ് എത്ര ഇട്ടാലും കൂടൂല അതില്. മതി മതി മതി. പറഞ്ഞാൽ ഉപ്പ് കൂടണം, കൊള്ളാവോ? നീ പറഞ്ഞാൽ ഉപ്പ് ലാസ്റ്റ് ചേർത്താത് അല്ലേ? കൂടാൻ ഇച്ചിരി പാടാ. വേവിക്കുമ്പോ തന്നെ കറക്റ്റ് ആക്കിയാലേ അത് ശരിയാവുള്ളൂ. പിന്നെ അവസാനം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യൂലോ. ആണോ? നോക്കിയിട്ട് അടി ചെയ്താൽ മതി കേട്ടോ, കൂടിയ പാടാവും. നോക്കിയില്ലോ, എത്ര ചേർത്താലും അതിലേക്ക് ഡൈലൂട്ട് ആക്കണ്ട. വെള്ളം ചേർത്ത് പാകായിട്ട് ഇത് കറക്റ്റാ.
വെള്ളം വേണ്ട, ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ട് അല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വേണ്ടി വന്നാൽ ചേർക്കാം. ഇനി മതിയായിരിക്കും. ഓഫ് ചെയ്യാം അല്ലേ? ഓഫ് ചെയ്യണതിന് മുമ്പ് പെപ്പർ ഇടണം. ആ, ഓഫ് ചെയ്യണതിന് മുമ്പാണ് ഇടണേ, കഴിക്കാൻ നേരത്തല്ല. അല്ല ഇത് മതി. പെപ്പർ അത്യാവശ്യം ഇട്ടോ. ഇതാ കേട്ടെ, ചുമ്മാ ഇട്ടാ മതിയോ? സ്പ്രെഡ് ചെയ്ത് കിട്ടോ. അതറിയാം. അത് മതി. ഒത്തിരി കുത്തലായി പോയാലേ. സംഗതി റെഡി. സൂപ്പ് റെഡി. ഏത് സൂപ്പ്? മത്തങ്ങ സൂപ്പ് റെഡി. അതെ, ഓക്കെ. ഓഫ് ചെയ്താലോ? എന്നിട്ട് സെർവ് ചെയ്യാം. അതെ, അപ്പക്ക് ബൗൾ എടുക്കാം. ഇഷ്ടമുള്ളവർക്ക് സൂപ്പ് ആവിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യണം, ചൂട് പോണേന് മുമ്പ്. അത് ഒരു പ്രത്യേക ഇതാണല്ലേ. ഒഴിച്ചോട്ടെ? ഒഴിച്ചോ. ഇതിന്റെ ഇങ്ങനെയാണ് കൊഴുപ്പ് ഞങ്ങൾ എടുത്തേക്കണം. പാകം കൊഴുപ്പായത്. ഇതാണ് നമുക്ക് കഴിക്കാൻ നല്ലത്. ഒട്ടും കൂടുതലും ഇല്ല, എന്നാ കുറവുമില്ല. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചൂടാക്കി വെച്ചായിരുന്നു. ഇനി കുറുകി വന്ന കെണിയാണല്ലോ എന്നോർത്ത്. പക്ഷെ ഇത് എടുക്കേണ്ടി വന്നില്ല കേട്ടോ. ഇതിൽ നിർത്തട്ടെ ഇപ്പം, അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല. സെർവ് ചെയ്യാം. അല്ല, നിനക്കെടുക്കാം. ഇതല്ല, ഇനി ഇപ്പൊക്കെ ഇത് ഒഴിക്കേണ്ടി വരും. മറ്റേ സോസ് ഒഴിക്കേണ്ടി വരും. ചോദിക്കാം. കൊഴുപ്പതേ കാണിച്ചു തരാം. എന്തേ ഇതാണ് കഴിക്കാൻ ചൂടാറി പോവും. അപ്പയ്ക്ക് ചൂടാറി ഇഷ്ടമല്ല. അപ്പൂ ഇഷ്ടമല്ല ചൂടാറിയ. കൊടുക്കാന്നാ സോസ് വേണോന്ന് ചോദിക്കാം. ടൊമാറ്റോ സോസ് ഇത് അടച്ചു വെക്കാം. ഞാനത് നിനക്ക് ഒഴിക്കാം അപ്പം തന്നെ. എന്നാ അങ്ങ് അടച്ചു വരാം, അല്ലെങ്കിൽ പ്രാണി വന്നാലും വേഗം കിടപ്പാണ്. എങ്ങനെയുണ്ട് ടൊമാറ്റോ സൂപ്പ് എന്നാ പറയാൻ വന്നേ? എന്ന് വെച്ചാലേ ഇച്ചിരി ഇത് ഒഴിക്കേണ്ടി വരും. നോക്കിയിട്ട് മതി. അല്ല, ഒഴിക്കണം. അതുകൊണ്ട് കാര്യമില്ലെന്ന്. ഇച്ചിരി ഒഴിക്കണം. എത്ര ചേർത്താലും സോസിന്റെ ടേസ്റ്റ് വേറെ. അതല്ല, മത്തങ്ങാക്ക് എങ്ങനെയായാലും മക്ക വരും. അത് ഇതിൽ കൂടുതൽ ടൊമാറ്റോന് ഇടാൻ പറ്റൂല. അത് അങ്ങനെ ഒരു ആവശ്യത്തിന് നമ്മൾ ഇട്ടു. ഇതിനാ കൂടുതൽ മറ്റ് സോസുകൾ ഉപയോഗിക്കേണ്ടത്. അതൊന്നും തോണ്ടിയത് വെച്ചാൽ ആ ചില്ലി ഇതൊക്കെ അതൊക്കെ ഇതിന് നന്നായിട്ട് മാച്ച് ചെയ്യും. കാരണം ഈ ഇതായതുകൊണ്ട്. ഇത് ടൊമാറ്റോ ചില്ലിയാ. നമ്മുടെ മറ്റേതായതുണ്ടല്ലോ ഒരു പച്ച, അത് ഗ്രീൻ ചില്ലി. പിന്നെ മറ്റേതന്നെ വെച്ചോ ബ്ലാക്ക് കളർ സോയ. സോയ. അതാ അപ്പൊ ഉദ്ദേശിക്കുന്നത്. സോയ സോസാ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇനി സോസ് ഒഴിക്കണം. ഫുൾ നെയ്യിലാ വഴറ്റിയേക്കണേ. കോക്കനട്ട് ഓയിൽ ഒട്ടൂല. നെയ്യ് ഇച്ചിരി കൂടുതലാണോ സംശയം? ഏയ്, നെയ്യ് അത്രയും വേണം വഴറ്റാൻ. നല്ല രുചിയല്ലേ? സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അതിന്റെ റിസപ്ഷന് ലഞ്ചിന് ഈ പംകിൻ സൂപ്പായിരുന്നു എന്ന് സുരേഷ് ഗോപി ഏതോ ഒരു ചാനലുകാരനോട് പറയുന്നുണ്ട്. അത് ശരി. സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നല്ല സൂപ്പാണ് ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പംകിൻ സൂപ്പ് ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് എന്ന് സുരേഷ് ഗോപി ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പൊ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തോട് ഐക്യദാർഢ്യം പറഞ്ഞ് നമുക്ക് ഒരു പംകിൻ സൂപ്പ് കഴിക്കാം. നിങ്ങളും ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് പംകിൻ, അറിയാമല്ലോ. അപ്പൊ അത് ഉപയോഗിച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് എന്തുകൊണ്ടും ആരോഗ്യപ്രദമാണ്. തന്നെയല്ല, വലിയ പൊല്യൂഷനും വലിയ പോയിസണും ഒന്നും ചേർക്കാതെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പംകിൻ. അതിന് മറ്റ് ചെടികൾക്ക് അടിക്കുന്നത് പോലെയുള്ള ഈ കീടനാശിനികൾ അടിക്കുന്നത് കുറവാന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നിലയിലും പംകിൻ വളരെ സേഫാണ്. നമ്മുടെ കേട്ടറിവാണ് കേട്ടോ. കേട്ടറിവ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ പംകിൻ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് എന്തുകൊണ്ടും ആരോഗ്യപ്രദമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാ. റൈറ്റ്.